ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ നിഫ്റ്റിയെ കുറിച്ച് എന്താണോ സംസാരിച്ചത് എക്സാക്റ്റ് അത് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ബെയറിഷ്നെസ്സിനെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. നമ്മുടെ വരച്ച ലൈനേക്കാളിലും താഴെ പോവുകയും ചെയ്തു. കാര്യം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ടാണ് നിഫ്റ്റി ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് വോളിയം ഉണ്ടോ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്യാൻഡിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. വോളിയം ക്യാൻഡിൽ കുറച്ചുകൂടെ വോളിയം ഉണ്ട് ഇന്നത്തെ ക്യാൻഡിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മൊമെൻ്റം ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മൊമെൻ്റം ക്യാൻഡിലെ സാധാരണ കേസിൽ മൊമെൻ്റം ക്യാൻഡിൽ സെൻറ്ററിൽ സപ്പോർട്ട് കൊടുക്കണം. അവിടെ ഫെയിലിയർ ആക്കിയാൽ മൊമെൻ്റം ക്യാൻഡിൽ താഴെ സപ്പോർട്ട് കൊടുക്കണം. സോ ഇതൊരു സപ്പോർട്ട്സായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഇവിടെ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും സപ്പോർട്ട്സായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സോ അങ്ങനെ ഒരു ലെവലിൽ ഇതൊരു സപ്പോർട്ട്സായിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് ലെവലിൽ നമുക്ക് എടുക്കണമെന്നുള്ളതാണ് ചോദ്യം. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സോൺ നമുക്ക് സപ്പോർട്ട്സായിട്ട് എടുക്കാൻ പറ്റും. സോ ദിസ് കം സംതിങ് അറൗണ്ട്, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ഇത് വരുന്നത് സംതിങ് അറൗണ്ട് ഈ ലെവൽ വരും ശരിക്കും. ഒരു ഡേ ടൈം ഫെയർബിൾ എടുത്താൽ സോ 22,671 22,553 സോ 22,550 22,675 വരെയുള്ള സോൺ. സോ സംതിങ് അറൗണ്ട് 125 പോയിൻറ്റ്സിൻ്റെ സോണാണ്. ഈ സോൺ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിന്നലെ പറഞ്ഞ എന്താണ്, നമ്മളിന്നലെ പറഞ്ഞ ബെയറിഷ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം എന്താ സംഭവിച്ചത്, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ അത് ബെയറിഷ്നെസ്സിൻ്റെ ഹൈറ്റ് ഓഫ് ബെയറിഷ്നെസ് എന്നൊക്കെ വേണം നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് താഴത്തേക്ക് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് കയറാൻ നേരത്ത് ഇത് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. ശരിക്കും ആ റെസിസ്റ്റൻസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് പോയാൽ മാത്രമേ ഒരു പുതിയൊരു ഹൈയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മൊമെൻറ്റത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ദാറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് മൂവിങ് ആവറേജിൻ്റെ താഴെ പോയി നോക്കാം. EMA 21 താഴെ പോയിട്ടില്ല. EMA 10 താഴെ പോയി ശരിക്കും. മൂവിങ് കാര്യം ഹയസ്റ്റ് മൊമെൻ്റം സോണിൽ നിന്ന് ഒന്ന് താഴെ പോയി. 22,262 EMA 10 എന്ന് പറയുന്നത്. അതിന് പകരം 22,721 പോയെന്ന് വെച്ചാൽ EMA 10 താഴെ പോയി. ഒരു 10 നിങ്ങൾക്ക് ഒരു 10 എന്ന് പറയുന്നത് ഒരു ചാനലായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 10 ലോവർ ലെവലിൽ നിന്ന് താഴെ പോയി കാണാൻ സാധ്യതയില്ലായിരിക്കാം മേ ബി. എന്തായാലും ഞാൻ ഇവിടെ നോക്കുന്നില്ല. നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ചെറിയ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ എന്താ സംഭവിച്ചാൽ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് താഴെ പോയെന്ന് പറയാൻ സാധിക്കും. സോ ആ ഗ്യാപ്പും ട്രെൻഡ് ലൈനും എല്ലാം കൂടെ ചേർന്ന് EMA 10 കൂടെ ചേർന്നിട്ട് 3 റെസിസ്റ്റൻസ് ആണ് വർക്ക് ചെയ്തത്. ഒന്ന് ഗ്യാപ്പ്, ഒന്ന് ട്രെൻഡ് ലൈൻ, ഒന്ന് EMA 10. സോ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഒരു പവർഫുൾ ബെയറിഷ് ട്രെൻഡായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ആ ട്രെൻഡ് ഈ ലെവലൊക്കെ വന്നിട്ട് തിരിയട്ടെ നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. ബാങ്ക് നിഫ്റ്റി അത്ര വലിയ സ്ട്രോങ് അല്ല. നിഫ്റ്റി കയറിയുണ്ട്, കുറച്ചൊക്കെ ബാങ്ക് നിഫ്റ്റി കയറിയതാണ്. അതർവൈസ് ബാങ്ക് നിഫ്റ്റി ഇൻഹെറന്റ് ഒരു വീക്ക്നെസ്സിൽ കിടക്കുവാണെന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ തട്ടുകേട് വന്നാലും ആദ്യം തട്ടുകേട് വരുന്ന ബാങ്ക് നിഫ്റ്റിക്കായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, 4786 ഓപ്പൺ ചെയ്തിട്ട് 49.22 വരെ പോയി. സംതിങ് അറൗണ്ട് 240 പോയിന്റോളം 245-50 പോയിന്റോളം പോയിട്ടാണ് ബാങ്ക് നിഫ്റ്റി 48,401 താന്നത്. സോ സംതിങ് അറൗണ്ട് 600 പോയിന്റാണ് താഴെ പോയത്. എന്നിട്ടാണ് 48,501 ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂജ് അപ്പർ വീക്കാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹ്യൂജ് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ബയേഴ്സ് ആർ ഇൻ ടോട്ടൽ കൺട്രോളാണ്. EMA 10 താഴെ പോയി. അതുപോലെ തന്നെ മൂവിങ് ആവറേജ് 21 സപ്പോർട്ടിൽ എടുത്ത് നിൽക്കുവാണെന്ന് നമുക്ക് നോക്കാം. 21 കറക്റ്റ് സപ്പോർട്ടിൽ എടുത്ത് നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. സോ നമുക്ക് അവിടെ വോളിയം ഉണ്ടെന്ന് കൂടെ നോക്കാം. കേട്ടോ, അവിടെ വോളിയം ഉണ്ട് ഇന്നത്തെ ക്യാൻഡിൽ. ദാറ്റ് മീൻസ് സെല്ലിംഗ് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് അർത്ഥം. നൗ ഇവിടെ എന്തെങ്കിലും പവർ സോൺസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വെയിൽച്ചൊക്കെ പവർ സോൺ ആക്ച്വലി ഇത് ഈ ലെവലിൽ നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ട്രെൻഡ് ലൈനിൻ്റെ ലെവലിൽ സപ്പോർട്ട് വന്ന് നിൽക്കുകയാണെന്ന് പറയാൻ സാധിക്കും. ആ സപ്പോർട്ടിൽ EMA 10 കൂടെ ഉണ്ടായിരുന്നു. 2 പോസിറ്റീവ് എനർജിയുടെ ഒരു പവർ കൊണ്ടൊന്ന് കയറി നിൽക്കുകയാണെന്ന് പറയാൻ സാധിക്കും. നമുക്കാണെങ്കിൽ ഫിബോനിച്ചും കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. സോ ഒരു ഫിബും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫിബ് എടുക്കാൻ നേരത്ത് നമുക്കത് ഈ ലെവലിൽ നിന്ന് ഫിബ് എടുക്കാം. ഇവിടെ നിന്നും ഈ ലെവലിൽ ഒരു ഫിബ് എടുത്താൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ഫിബ് 0.5 സപ്പോർട്ട് നിൽക്കുക. അപ്പം ഫിബ് 0.5 സപ്പോർട്ടുണ്ട്, ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്, EMA സപ്പോർട്ടുണ്ട്. ഈ 3 സപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഈ സോണിൽ തൽക്കാലം അതിൻ്റെ ആ വീഴ്ചയെ തടഞ്ഞെടുത്താൻ സാധിച്ചത്. ഇനി നാളെ അവിടുന്ന് വീണ്ടും താഴെ വരുമെന്ന് ചോദിച്ചാൽ ഇൻഹെറൻ്റ് ആയിട്ടുള്ള വീക്ക്നെസ്സാണ് ബാങ്ക് നിഫ്റ്റിയിലെ കുറച്ച് നാളായിട്ട് കാണുന്നത്. ഈ ലെവൽ മുതൽ സംതിങ് അറൗണ്ട് April 30 മുതൽ ആ വീക്ക്നെസ്സെ കാണാൻ പറ്റിയത്. സോ ഈ ലെവൽ എന്താ വീക്ക്നെസ് പറയാൻ കാര്യം, ഈ ലെവലിൽ നോക്കാൻ നേരത്തെ നമ്മളിത് ഈ ലെവൽ വരെ പോയതിന് ശേഷം തിരിച്ച് ബാങ്ക് നിഫ്റ്റി കയറിയിട്ട് ആ ലെവലിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ലെവൽ 50,055 ടച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പേ നേരെ താഴെ പോയി. അത് കാണിക്കുന്ന വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ആ വീക്ക്നെസ് തൽക്കാലം ഇവിടെ വന്ന് ഒരു നിൽക്കുവാണെന്നൊക്കെ നമുക്ക് വേണം പറയാം. ഇതിനോട് ചേർത്ത് വെച്ചത് ഈ ലെവലിൽ നിൽക്കുവാണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സസ്റ്റൈനബിലിറ്റി. പക്ഷേ
നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോണിന് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സോണിന്, ഇതാണ് സോൺ, ഈ സോൺ കണ്ടോ, ആ സോണിൽ സപ്പോർട്ട് സോണിൽ വന്ന് നിൽക്കുന്നത്. ഫോർച്യൂണലി സപ്പോർട്ട് സോണിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടി, ഫോർച്യൂണലി സപ്പോർട്ട് സോണിൽ നമുക്കൊരു മൂവിംഗ് ആവറേജ് കിട്ടി, നമുക്കൊരു ഫിബോനച്ചി 0.5 കിട്ടി. 3 കാര്യങ്ങൾ കിട്ടി. സപ്പോർട്ട് സോണിൽ കിട്ടിയോണ്ടാണ് തൽക്കാലം പിടിച്ചിരിക്കാൻ പറ്റിയത്. നമുക്ക് നാളെ നോക്കാം ഏതൊരു റെസ്പോണ്ട് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, വലിയൊരു പോസിറ്റീവ് കാര്യം നടന്നു. S&P ഗ്ലോബൽ റേറ്റിംഗ്സ് വെനിസ്ഡേ ഇന്ത്യയുടെ ഔട്ട്ലുക്ക് സ്റ്റേബിളിൽ നിന്നും പോസിറ്റീവായിട്ട് ഉയർത്തി ശരിക്കും. BBB തന്നെയാണ് ഔട്ട്ലുക്ക്, പക്ഷേ സ്റ്റേബിൾ എന്ന് പറയുന്നത് എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് പോസിറ്റീവായിട്ട് അത് അവർ എന്താ പറയേണ്ടത് ഉയർത്തി എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. ഇപ്പോഴും BBB- തന്നെയാണ് റേറ്റിംഗ്, പക്ഷേ ആ റേറ്റിംഗിൽ ഒരു അഡീഷണൽ പ്ലസും കൂടെ കിട്ടിയെന്നുള്ള വലിയൊരു ഫാക്ടറാണ്. അവർ പറയുന്ന കാരണങ്ങൾ റോബസ്റ്റ് ഗ്രോത്തും റൈസിംഗ് ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്ങുമാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. നമ്മുടെ കൺട്രിയെ സംബന്ധിച്ച് BBB റേറ്റിംഗ് -1 എന്നുള്ളത് എന്താ പറയണ്ട, അവിടെ നിന്ന് നമ്മൾ ഉയരാൻ കിടക്കുന്ന കാര്യം. AAA റേറ്റിംഗുള്ള കൺട്രീസ് ഉണ്ട് വേൾഡിൽ, ലൈക്ക് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സിംഗപ്പൂർ കണക്കുള്ള കൺട്രീസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ BBB- റേറ്റിംഗ് കിടക്കുന്നത്. പക്ഷേ മൈനസ് റേറ്റിംഗിന് തൊട്ട് മുകളിലാണ് BBB പോസിറ്റീവ് എന്നുള്ള റേറ്റിംഗ്. അത് ദാറ്റ്സ് എ വെരി പ്ലസ് പോയിന്റ് നമുക്ക് എടുക്കാൻ തീർച്ചയായും സാധിക്കും. സോ മാർക്കറ്റ് കാത്തിരുന്ന റിസൾട്ടാണ് മസ്ഗവൺ ഡോക് ഷോപ്പ് ബിൽഡേഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് 67,710, സ്റ്റോക്ക് പീസ് 36, ഇൻഡസ്ട്രി പീസ് 35.8. പ്രൊമോട്ടർ ഹോൾഡ് ഈസ് വെരി ഗുഡ് ആക്ച്വലി, 84.8. ഡെറ്റ് ഇല്ലാത്ത, കടവില്ലാത്ത കമ്പനിയാണ്. ആൻഡ് ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. കഴിഞ്ഞ മാർച്ചിൽ ടോപ്പ് ലൈൻ 2079 നിന്നും ഇത്തവണ ഈ മാർച്ചിൽ 3104 വന്നു. സംതിങ് അറൗണ്ട് 50% ഗ്രോത്ത് ആണ് ടോപ്പ് ലൈനിൽ. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 215 കോടിയിൽ നിന്നും 524 കോടി, ഇരട്ടിക്ക് മുകളിലായി. ഓക്കെ, കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കാൻ നേരത്തെ സ്ലൈറ്റ് ഡൗൺ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കഴിഞ്ഞ ക്വാർട്ടർ 513 ഉണ്ടായിരുന്നു, പക്ഷേ ദേ വർ ഏബിൾ ടു മോർ ഓർ ലെസ് ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് ആക്ച്വലി. ഒരു വീക്ക്നെസ് കണ്ടത് 23% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 17 ആയിട്ട് കുറച്ചു. പക്ഷേ കഴിഞ്ഞ മാർച്ച് വൈ നോക്കാൻ നേരത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10 നിന്നും 17 ആയിട്ട് കൂടിയെന്ന് പറയാൻ സാധിക്കും. ആൻഡ് കമ്പനിയെ സംബന്ധിച്ച് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് എന്താ പറയേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. എക്സലന്റ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. EPS കഴിഞ്ഞ ക്വാർട്ടറിൽ 29 ആണ്, അത് 32 ആയിട്ട് കൂടി. കഴിഞ്ഞ മാർച്ചിൽ 15 ആയിരുന്നു, അതാണ് 32 ആയിട്ട് കൂടിയത്. ആൻഡ് P&L ഒക്കെ അമേസിംഗ് ആണ്. 7,827 കോടി സെയിൽസിൽ നിന്നും 9,467 കോടിയായി സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 801 കോടിയിൽ നിന്നും 1,912 കോടി. 801 കോടി 1,912 കോടി എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 60% ആണ് കൂടിയിരിക്കുന്നത്. OPM എക്സ്പാൻഷൻ 10% 15%. ആൻഡ് എന്താ പറയേണ്ടത് EPS 53 രൂപയിൽ നിന്ന് 91 രൂപ. കമന്റബിൾ പെർഫോമൻസ് കാഴ്ചവെച്ചു. EBITDA OPM പെർസെൻറ്റേജ് നോക്കുക 10% 15% ആയി. കമ്പനിയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് ഫിഗറാണ്. കമ്പനിയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. OPM എക്സ്പാൻഷൻ ആണ്. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കഴിഞ്ഞ 2021 1,073 കോടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് 1,845 ആയത്. സംതിങ് അറൗണ്ട് 80% ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. സോ ദാറ്റ് ഈസ് ആൾസോ ഹയസ്റ്റ് ഇൻ ദി കമ്പനിയുടെ ചരിത്രത്തിലെ. ആൻഡ് EPS ഹയസ്റ്റ് ആണ്. ആൻഡ് സീ ദി ബാലൻസ് ഷീറ്റ്. ഇക്വിറ്റി ഡൈല്യൂഷൻ വന്നിട്ടില്ല. റിസർവ് വന്നിട്ട് 3,976 കോടി 5,369 ആയി. ആൻഡ് കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് 1,024,841 ആയി. ആൻഡ് കടവില്ലാത്ത കമ്പനിയാണ്, 1 കോടി ആകെ കടം. ആൻഡ് സീ ദി റേഷ്യോസ്, അമേസിംഗ് റേഷ്യോസ് ആണ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 285 161 ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ -528 -428 ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു. കമന്റബിൾ പെർഫോമൻസ് ആണ്. പബ്ലിക്കിന്റെ ആകപ്പാടെ 12.12% സ്റ്റോക്കേ ഉള്ളൂ.